ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ചധികം പ്രിൻ്റുകൾ എടുക്കണമായിരുന്നു. അപ്പം അതെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പ്രിൻ്റുകൾ എടുക്കാൻ മാത്രമല്ല, നമുക്ക് ഇന്നലെ നൈറ്റിൽ കുറച്ച് ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബേബി ബോയിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മളോടൊരു ടോയ് വാങ്ങിയിട്ട് അത് ഗിഫ്റ്റാക്കി കൊടുക്കാമോ എന്നാണ് ചോദിച്ചത്. സൗദിയിൽ നിന്നാണ് കേട്ടോ ഓർഡർ വന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. പിന്നെ രാവിലെ അവർ ചേഞ്ച് ചെയ്തിട്ട് ഇതേപോലെ ചെറിയൊരു ചോക്ലേറ്റ് ബോക്സും പിന്നെ ഒരു കുട്ടി ഫ്രെയിമും കൂടി ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചെറിയൊരു വെഡ്ഡിങ്ങിൻ്റെ ഒരു A4 സൈസ് ഗിഫ്റ്റും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം രാവിലെ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏകദേശം അതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വെഡ്ഡിങ്ങിൻ്റെ ഫ്രെയിം വരുന്നത്. ചോക്ലേറ്റ് ബോക്സ് നിങ്ങൾ ആദ്യം കണ്ടില്ലേ. അപ്പം സിമ്പിളായിട്ട് ഒരു ചോക്ലേറ്റ് ബോക്സ് ആയിരുന്നു അത്. ഇനി ആ ഒരു ബോക്സ് ഡെലിവറി ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ആദിനാടാണ് ആ ഒരു ബോക്സ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത്. ഏകദേശം ലൊക്കേഷൻസൊക്കെ പക്കയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എത്തിയപ്പം എന്തായാലും ഫസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ബേബി ബോയ് നിൽപ്പുണ്ട്. അപ്പോൾ ആദ്യം അവന് ഭയങ്കര നാണമായിരുന്നു. അപ്പോൾ അവനകത്ത് നിന്ന് പറയുന്നത് ഞാൻ മിഠായി കഴിക്കുകയാണ്, കഴിച്ചതിന് ശേഷം ഇറങ്ങി വരാമെന്നൊക്കെ. ആക്ച്വലി മിഠായി കഴിക്കുന്നതുകൊണ്ടല്ല, അവന് ഭയങ്കര നാണമായതുകൊണ്ടാണ് കേട്ടോ അവനകത്തു നിന്ന് ഇറങ്ങി വരാത്തത്. കുറച്ച് സമയം നമ്മൾ ലാഗാക്കി എങ്കിലും അവനകത്തു നിന്നും വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആൾ പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബേബി. അപ്പോൾ ഗിഫ്റ്റ് കണ്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാര് തന്നു വിട്ടതാണെന്ന്. ചില മക്കളുമാർക്ക് ഈ അമ്മമാരെക്കാട്ടിൽ ഇഷ്ടം അമ്മമാരുടെ അനിയത്തിമാരോടാണ് കേട്ടോ. അപ്പം അവന് ഭയങ്കര ഹാപ്പിയായി ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പം. പിന്നെ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ ഇന്ന് കുറച്ചധികം നല്ലോണം കഷ്ടപ്പെടണം. കാരണം നമ്മുടെ ഡിസ്പ്ലേ ബോക്സിൽ കേക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു 4 കേക്കുകൾ നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചിട്ട് വൈറ്റും പിങ്കും ഒക്കെ ഷെയ്ഡ് കൊടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അവരെ ഡിസൈൻ ചെയ്ത് കയറ്റണം. കാരണം പെട്ടെന്ന് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അവരെ നിർത്തി നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പം എന്നും എന്ത് ഡിസൈൻ കൊടുക്കുക എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനാണ്. കസ്റ്റമേഴ്സിനുള്ള ഡിസൈൻസ് നോക്കണം, ഷോപ്പിലേക്കുള്ള ഡിസൈൻ നോക്കണം, അങ്ങനെ തന്നെ കുറേ അധികം ടൈം പോയി കിട്ടും. അപ്പോൾ 1 kg ഒരു കേക്കിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിലും കൂടെ ചെറിയൊരു ഫ്ലവർ കൊടുത്തിട്ട് പിന്നെ കുറച്ച് ലീഫൊക്കെ കൊടുത്ത് അവനെ അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത്തെ കേക്കാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആകുന്നത് 3 ടൈപ്പിലെ കേക്കുകളാണ്. അതായത് 350 പ്രൈസിൽ, 500 പ്രൈസിൽ, പിന്നെ അതേപോലെ തന്നെ 700. ഈ ഒരു 3 രീതിയിലാണ് കേട്ടോ നമുക്ക് കേക്ക് വരുന്നത്. അപ്പോൾ കേക്കിൻ്റെ സൈസ് കാണുമ്പം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ രണ്ടാമത്തെ കേക്ക് ഇതേപോലെ ഒരു സിമ്പിൾ ഡിസൈൻ കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോപ്പിലായാലും കേക്ക് നമ്മൾ ഇങ്ങനത്തെ ഡിസൈനുകളാണ് കേട്ടോ ചെയ്ത് വെക്കാറുള്ളത്. അപ്പം അവൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ആ ഒരു പിങ്ക് എടുക്കാം. പിങ്കിലും ഈ ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കേക്കിനെയും നമ്മൾ ഡിസൈൻ ചെയ്യാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കുകളൊക്കെ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ നമുക്ക് വേറെ 1-2 കേക്കിൻ്റെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ കൊടുക്കേണ്ട കേക്കുകൾ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം എന്തായാലും അതിലേക്ക് കൂടി പോകാൻ. കാരണം ഇത് നമ്മൾ പാതിക്കിട്ട് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ജോലികളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് ഫൈനലായിട്ട് നമുക്ക് അടുത്ത ജോലിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഒരു കേക്കും കൂടിയുണ്ട്. അതിന് എന്ത് കളർ കൊടുക്കുമെന്ന് കുറേ നേരം ആലോചിച്ചു. ലാസ്റ്റ് യെല്ലോ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇതേപോലെ ആ ഒരു കേക്കിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ചിട്ട് റോസെറ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ഇതിലെന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ടാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലെടുത്ത് പേരിട്ടാൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അത് നമ്മുടെ അടുത്തുനിന്ന് കേക്ക് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ 4 കേക്കിൻ്റെയും ഡിസൈൻസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവനെ ഡിസ്പ്ലേയിലൊന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇപ്പം നിലവിൽ വന്ന് കിടക്കുന്ന ഓർഡറിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനലായ 4 കേക്കുകളും ഓടിച്ചിട്ടൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 4 കേക്കുകൾ. ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്.
ഇനി നമുക്കിതാ ഇവനെ ഒന്ന് ഡെലിവറി ചെയ്യാനായിട്ട് പോകണം. ഇതൊരു 6 മന്ത് ബേബിക്കുള്ള കേക്കാണ്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഡ്രസ്സ് തന്നിട്ട് ഈ ഒരു തീമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഡെലിവറി ചെയ്യാനുള്ള ഓട്ടമാണ്. നല്ല വെയിലുണ്ട് ഉച്ച സമയമായതുകൊണ്ട്. അപ്പോഴാണ് ഇതാ ഈ ഒരു അമ്മയ്ക്കുള്ള കേക്കിന് ഓർഡർ വന്നത്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒരു അമ്മേൻ്റെ പടം ഫോണ്ടൻറ്റിൽ വരച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഡോറ ബൂജിനെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതാ ഈ ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.